പഴയന്നൂരിൽ ജ്വല്ലറിയിൽ മോഷണം. ഹെൽമറ്റ് ധരിച്ചെത്തിയ മോഷ്ടാവ് 2 സ്വർണ്ണമാലകളുമായി കടന്നു. അമലനഗറിലെ മെഡിക്കൽ ഷോപ്പുകളിലും കവർച്ച. വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ കാട്ടാനയാക്രമണം പതിവാകുന്നു. ചെങ്ങാലൂർ മനക്കൽ കടവ് ജലസേചന പദ്ധതിയുടെ പൈപ്പ് പൊട്ടൽ പതിവായതോടെ പമ്പിംഗ് നിർത്തിവെച്ചു. മേഖലയിലെ കാർഷിക വിളകൾ നശിക്കുന്നു. കർഷകർ ദുരിതത്തിൽ. ചേറ്റി വഴിമുഖത്തിന് സമീപം മണൽത്തിട്ടയിൽ ഇടിച്ച് മത്സ്യബന്ധന വള്ളം തകർന്ന് 7 ലക്ഷം രൂപയുടെ നഷ്ടം. മണൽത്തിട്ടയിൽ ഇടിച്ച് വള്ളങ്ങൾ തകരുന്നത് പതിവാകുന്നു. മണൽത്തിട്ട നീക്കം ചെയ്യണമെന്ന് ആവശ്യം. നമസ്കാരം. പഴയന്നൂരിൽ ജ്വല്ലറിയിൽ മോഷണം. ചൊവ്വാഴ്ച രാത്രി പഴയന്നൂർ ടൗണിൽ പ്രവർത്തിക്കുന്ന ദീപ ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. 1 പവന്റെ 2 മാലകൾ മോഷ്ടാവ് തട്ടിയെടുത്തു. ജ്വല്ലറി അടയ്ക്കുന്നതിനായി ആഭരണങ്ങൾ എടുത്തുവെക്കുന്നതിനിടയിലായിരുന്നു സംഭവം. ഹെൽമറ്റ് ധരിച്ചെത്തിയ മോഷ്ടാവ് ജ്വല്ലറിക്കുള്ളിൽ കയറി ക്യാഷ് കൌണ്ടറിന് പുറകിലുള്ള ഷെൽഫിൽ നിന്ന് മാലകളെടുത്ത് പുറത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. കടയിലുണ്ടായിരുന്നവർ മോഷ്ടാവിനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും അതിവേഗം രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് ജ്വല്ലറിയുടെയും സമീപ പ്രദേശങ്ങളിലെയും CCTV ക്യാമറകൾ പരിശോധിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലത്ത് പാറയ്ക്കൽ ജ്വല്ലറിയിലും സമാനമായ രീതിയിൽ മോഷണം നടന്നിരുന്നു. വണ്ടി പുറത്ത് നിർത്തിയിട്ട് ഓടി കയറിയിട്ടുണ്ടായത്. അപ്പോൾ ആ നേരത്തെ ഷോപ്പിൽ ഒരാളുണ്ടായിരുന്നുള്ളൂ. ആളെ ഫോളോ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. പെട്ടെന്ന് ഉണ്ടായൊരു അറ്റാക്കായിരുന്നു. പിന്നെ ഞങ്ങളുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വേണ്ട വിഷ്വൽസ് കംപ്ലീറ്റ് ഞങ്ങൾ സ്റ്റേഷൻ മുഖാന്തരം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം അവൻ്റെ ഫോട്ടോസ് പതിയുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. തൃശൂർ അമലനഗറിലെ മെഡിക്കൽ ഷോപ്പുകളിൽ മോഷണം. പണവും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടു. VKR മെഡിക്കൽസിലാണ് മോഷണം നടന്നത്. ഷട്ടറിന്റെ പൂട്ടുപൊളിച്ചാണ് കള്ളൻ അകത്ത് കയറിയത്. 10,000 രൂപയും ഒരു മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടു. സമീപത്തുള്ള SD സർജിക്കൽസിലും സമാന രീതിയിൽ പൂട്ടുപൊളിച്ച് കള്ളൻ അകത്ത് കയറിയെങ്കിലും അവിടെ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മെഡിക്കൽ ഷോപ്പിലെ CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. പേരാമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ വീട്ടുപറമ്പുകളിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. 100ഓളം നേന്ത്രവാഴകൾ അടക്കമുള്ള കാർഷിക വിളകൾ കാട്ടാനക്കൂട്ടം പിഴുതെറിഞ്ഞു. മേഖലയിൽ കാട്ടാനയാക്രമണം പതിവാകുന്നു. കാരിക്കുളം കടവ് കുഴിയാനിമറ്റത്തിൽ ജെയിംസ്, തൈവളപ്പിൽ ജോസഫ് എന്നിവരുടെ പറമ്പുകളിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. തൊട്ടടുത്ത പുഴ കടന്നെത്തിയ ആനക്കൂട്ടം ജെയിംസിന്റെ പറമ്പിലെ 100ഓളം നേന്ത്രവാഴകളും നിരവധി കവുങ്ങുകളും നശിപ്പിച്ചു. ജോസഫിന്റെ പറമ്പിലെ വേലി തകർത്ത് അകത്ത് കിടന്ന ആനകൾ വാഴകൾ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ പിഴുതെറിഞ്ഞ നിലയിലാണ്. 1 മാസത്തിനിടെ 2ാം തവണയാണ് ഇവരുടെ പറമ്പിൽ ആനക്കൂട്ടമിറങ്ങി കൃഷി നശിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസം ജെയിംസിന്റെയും സഹോദരന്റെയും പറമ്പിൽ ആനകളെത്തി 100ലേറെ റബ്ബർ തൈകൾ നശിപ്പിച്ചിരുന്നു. വീടിനോട് ചേർന്ന് കൃഷി ചെയ്ത നേന്ത്രവാഴകളാണ് ഇത്തവണ ആനക്കൂട്ടം നശിപ്പിച്ചത്. ആനകൾ പറമ്പിൽ എത്തിയതറിഞ്ഞെങ്കിലും ഭീതി മൂലം പുറത്തിറങ്ങാനായില്ലെന്ന് ജെയിംസ് പറഞ്ഞു. കുറെ വാഴകൾ ചവിട്ടി ഓടിച്ചു, അങ്ങനെയെല്ലാം. അതുപോലെ അവിടെ ക്യാമറ, പിന്നെ തൊട്ടപ്പുറത്തെ വീടിന്റെ മതിൽ ചവിട്ടി പൊളിച്ച് അപ്പുറത്ത് കിടന്നു. ഇങ്ങനെ ആനയുടെ ശല്യം ഇവിടെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യമായി ഞങ്ങളിത് ഗവൺമെൻറ് തലത്തിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും പല അപേക്ഷകൾ വെച്ചു. അതുപോലെ തന്നെ ഇതൊക്കെ ഈ അപേക്ഷകൾ വെക്കുന്നതല്ലാണ്ട് ഇതിന് ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. ഫെൻസിങ്ങിന് വേണ്ടി അളന്നു പോയി, അല്ലാതെ പിന്നീട് അത് വെക്കാനോ അല്ലെങ്കിൽ ആ ഫെൻസിങ് ഇട്ട് ജനങ്ങളെ സഹായിക്കാനോ ഉള്ള ഒരു നല്ല മനസ്സ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. കാർഷിക മേഖലയായ ഇവിടെ പതിവായി ആനക്കൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ചിട്ടും അധികൃതർ വേണ്ടത്ര നടപടിയെടുക്കുന്നതിനോ നഷ്ടപരിഹാരം നൽകുന്നതിനോ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. കൃഷി ഉപജീവനമാക്കിയ ഇവരുടെ പറമ്പുകളിൽ ആനകൾ നാശം വിതച്ചതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. വനാതിർത്തിയിൽ വൈദ്യുതി വേലി സ്ഥാപിച്ച് ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയുമെന്ന് അധികൃതർ പലതവണ പറഞ്ഞെങ്കിലും ഇതുവരെ വേലി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ എടുത്തിട്ടില്ല. രാത്രികളിൽ ആനകൾ എത്തുന്നത് മൂലം ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. TCV പുതുക്കാട്. ചെങ്ങാലൂർ മനക്കൽ കടവ് ജലസേചന പദ്ധതിയുടെ പൈപ്പ് പൊട്ടൽ പതിവായതിനെ തുടർന്ന് പമ്പിംഗ് നിർത്തിയതോടെ മേഖലയിലെ കാർഷിക വിളകൾ നശിക്കുന്നു. പദ്ധതിയിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന 100 കണക്കിന് കർഷകരാണ് ഇതുമൂലം ദുരിതത്തിലായത്. സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെ സ്ഥാപിച്ച പൈപ്പാണ് കാലപ്പഴക്കത്താൽ പലയിടങ്ങളിലായി പൊട്ടിക്കിടക്കുന്നത്. പൈപ്പ് പൊട്ടി വെള്ളം കുത്തിയൊഴുകി ചില വീടുകളും തകർച്ചാ ഭീഷണിയിലാണ്. 1.5 മാസത്തിലേറെയായി പൊട്ടിക്കിടക്കുന്ന പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇറിഗേഷൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്.
ആയിരക്കണക്കിന് നേന്ത്രവാഴകളും ജാതിമരങ്ങളും ഉണക്ക് ഭീഷണിയിലാണ്. വായ്പയെടുത്തും സ്വർണം പണയപ്പെടുത്തിയും ഭൂമി പാട്ടത്തിനെടുത്തും വാഴക്കൃഷി നടത്തുന്ന ഏറെ കർഷകരാണ് മേഖലയിലുള്ളത്. ഇവരുടെ കൃഷിയെല്ലാം വെള്ളം കിട്ടാതെ നാശത്തിന്റെ വക്കിലാണെന്ന് കർഷകർ പറയുന്നു. എനിക്കിപ്പോൾ ഓണത്തിന് കിട്ടുന്ന പിന്നെ എനിക്കത് കിട്ടുന്നൊന്നുമില്ല. ഉടഞ്ഞേക്കുക ആരെങ്കിലും വീഡിയോ വിളിച്ച് പോയാൽ മതി, കത്തിപ്പോവും. ആ നിലയ്ക്ക് നിൽക്കണം. ഞാൻ ഇത് വിട്ട് എന്താ ചെയ്യുക, പറയാ ആരോടെ പറയാ. ഇതേപോലെയാണ് ഞങ്ങൾ കർഷകർ കാണിക്കുന്ന പണി. ഇപ്പം ഈ പൈപ്പ് പൊട്ടിയിട്ട് 24 ദിവസമായി. ഇതിൻ്റെ ഒരാഴ്ച മുമ്പ് 24 ദിവസം പൊട്ടിപ്പോയി. ഇതൊക്കെ അടച്ചു പിടിച്ച് വരുമ്പോഴേക്കും ഞങ്ങളുടെ സാധനം ഉണങ്ങി പോവാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്ന ചെയ്യാം. അത്രേ ഞാൻ പറയാനുള്ളൂ. കുറുമാലി പുഴയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം 1.5 കിലോമീറ്ററോളം നീളത്തിൽ സ്ഥാപിച്ച വലിയ പൈപ്പിലൂടെ എത്തിച്ചാണ് ഓരോ പ്രദേശത്തേക്കും വിതരണം ചെയ്യുന്നത്. ദിവസങ്ങളായി പമ്പിംഗ് നിർത്തിയതോടെ മേഖലയിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. പുതുക്കാട് പഞ്ചായത്തിലെ 5 വാർഡുകളിലേക്കാണ് മനക്കലക്കടവ് പദ്ധതിയിലൂടെ വെള്ളമെത്തുന്നത്. 1.5 മാസത്തിനിടെ പലയിടങ്ങളിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. ഒരു സ്ഥലത്ത് അറ്റകുറ്റപ്പണികൾ നടത്തി പമ്പിംഗ് ആരംഭിക്കുമ്പോഴേക്കും മറ്റ് സ്ഥലത്ത് പൈപ്പ് പൊട്ടുന്ന അവസ്ഥയാണ്. പഴക്കം വന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുകയാണ് ഇതിനുള്ള പോംവഴിയെന്നാണ് കർഷകർ പറയുന്നത്. എന്നാൽ 2.5 കോടിയിലേറെ ഇതിനായി ചെലവ് വരുമെന്നതിനാൽ അധികൃതർ നടപടിയെടുക്കാതെ നിൽക്കുകയാണെന്ന് കർഷകർ ആരോപിക്കുന്നു. കാർഷിക മേഖലയായ ചെങ്ങാലൂർ പ്രദേശത്തെ ജലക്ഷാമത്തിന് പരിഹാരമാകുന്ന പദ്ധതി കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തണമെന്ന് പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഇതിൻ്റെ പമ്പിംഗ് നിർത്തിയോടുകൂടി കുടിവെള്ളത്തിന് രൂക്ഷമായ ക്ഷാമവും ഒപ്പം തന്നെ ഇതിനെ ആശ്രയിച്ച് 1000-ഓളം കർഷകർ കൃഷി ഇറക്കുകയും ആ കൃഷിയെല്ലാം ഇപ്പോൾ ഉണങ്ങി വെള്ളം കിട്ടാതെ നശിക്കുന്നു. നേന്ത്രവാഴ കൃഷികളൊക്കെ ചെയ്തിട്ടുള്ള കടം വാങ്ങിയും അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തൊക്കെയാണ് ഈ കൃഷി ഇറക്കിയിട്ടുള്ളത്. ആ കൃഷി വാഴകളെല്ലാം ഇപ്പോൾ നാശത്തിൻ്റെ വക്കിലാണ്, ഉണങ്ങി നശിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. കർഷകരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത്, കൃഷിവകുപ്പ്, വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. പദ്ധതി പ്രവർത്തിക്കാത്തത് മൂലം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ അതാത് വകുപ്പ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. TCV പുതുക്കാട്. ചേറ്റുവ അഴിമുഖത്തിന് സമീപം മണൽത്തിട്ടയിലിടിച്ച് മത്സ്യബന്ധന വള്ളം തകർന്നു. മണൽത്തിട്ട നീക്കം ചെയ്തില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങി കൊടിയമ്പുഴ ദേവസ്വം കമ്മിറ്റി. ഇരിങ്ങാതുരുത്തി പ്രസാദിന്റെ ഉടമസ്ഥതയിലുള്ള അമ്പാടി എന്ന വള്ളമാണ് മണൽത്തിട്ടയിൽ ഇടിച്ചതിനെ തുടർന്ന് ഷീറ്റ് തകർന്ന് പുഴയിൽ മുങ്ങിയത്. 7 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഇതുമൂലമുണ്ടായത്. വലപ്പാട് നാട്ടിക കൊടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ളതാണ് അമ്പാടി വള്ളം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യണമെന്ന ആവശ്യം ബന്ധപ്പെട്ട അധികൃതരോട് ഉന്നയിച്ചു വരികയാണ് കൊടിയമ്പുഴ ദേവസ്വം. അഴിമുഖത്തിന് സമീപം വർഷങ്ങളായി രൂപപ്പെട്ട മണൽത്തിട്ടയിൽ ഇടിച്ചു കയറി വള്ളങ്ങൾ തകരുന്നത് പതിവായി തുടരുകയാണ്. ചാവക്കാട് മുനക്കക്കടവിന് തെക്ക് ഭാഗത്ത് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ഇവരുടെ വള്ളങ്ങൾ കെട്ടിയിടാറുള്ളത്. തങ്ങളുടെ വള്ളങ്ങൾക്ക് ഭീഷണിയായ മണൽത്തിട്ട നീക്കം ചെയ്യാൻ നടപടി ആവശ്യപ്പെട്ട് കൊടിയമ്പുഴ ദേവസ്വം കമ്മിറ്റി, ജില്ലാ കളക്ടർ, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പലതവണ പരാതി നൽകിയത് TCV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിന്റെയും മേൽനോട്ടത്തിൽ കൊടിയമ്പുഴ ദേവസ്വത്തിന് മണൽത്തിട്ട നീക്കം ചെയ്യാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെതിരെ മറ്റുള്ളവർ പരാതി നൽകിയതോടെ ബന്ധപ്പെട്ട നിർദ്ദേശവും ജില്ലാ കളക്ടർ പിൻവലിച്ചു. ഓരോ വർഷവും 3 വള്ളങ്ങളെങ്കിലും മണൽത്തിട്ടയിലിടിച്ച് തകർന്ന് ലക്ഷങ്ങൾ നഷ്ടമുണ്ടാകുന്ന ദുരവസ്ഥയിലാണ് വലപ്പാട് നാട്ടിക കൊടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ളവർ. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള അപേക്ഷകൾ നിരന്തരം അവഗണിക്കുന്നതിനെതിരെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ചെയ്യണമോ വേണ്ടയോ എന്ന് വ്യാഴാഴ്ച നടക്കുന്ന പൊതുയോഗത്തിൽ തീരുമാനിക്കാനിരിക്കെയാണ് വീണ്ടും ഒരു വള്ളം മണൽത്തിട്ടയിൽ ഇടിച്ച് തകരുന്നത്. TCV തൃപ്രയാർ. വാടാനപ്പള്ളി സ്വദേശിനി കോയമ്പത്തൂരിൽ വാഹനാപകടത്തിൽ മരിച്ചു. നടുവിൽക്കര 9-ാം വാർഡിൽ വൈലി അമ്പലത്തിന് സമീപം താമസിക്കുന്ന ഒളാട്ട് മണികണ്ഠൻ ബിന്ദു ദമ്പതികളുടെ മകൾ മനീഷയാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. കോയമ്പത്തൂരിലാണ് മനീഷ ജോലി ചെയ്യുന്നത്. ചൊവ്വാഴ്ച രാത്രി ജോലിസ്ഥലത്തു നിന്നും സഹപ്രവർത്തകയ്ക്കൊപ്പം സ്കൂട്ടറിൽ താമസ സ്ഥലത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. തൃശൂരിൽ TTA ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ പ്രതി ജോലി ചെയ്തിരുന്നത് കുന്നംകുളം പാറേമ്പാടത്തെ സ്വകാര്യ ബാറിലെ ശുചീകരണ തൊഴിലാളിയായിരുന്നു ഇയാൾ. 2 മാസം മുൻപാണ് ഇവിടെ പ്രതി ജോലിക്ക് പ്രവേശിച്ചത്. അമിതമായി മദ്യപിച്ചിരുന്നതിനാൽ ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നതായി ബാർ മാനേജർ പറഞ്ഞു. രാവിലെ 11 മണിയോടെയാണ് വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് ഇയാൾ ബാറിൽ നിന്നും ഇറങ്ങിയത്. തുടർന്ന് വീട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് TTA ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്.
2 മാസമായിട്ട് വർക്ക് ചെയ്യുന്നു. ക്ലീനിങ് സെക്ഷനാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈസ്റ്ററിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നലെ വന്ന സമയത്ത് പുള്ളി കാലിലൊരു വെച്ചുവിട്ട് വയ്ക്കായിട്ട് വരുന്നത് ഇവിടെ. അത് നോക്കിയപ്പോൾ തന്നെ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് രാവിലെ. അപ്പം അന്നേരം തന്നെ ഞാൻ അക്കൗണ്ട്സ് വിളിച്ച് പറഞ്ഞു അവൻ്റെ സാലറി ക്ലോസ് ചെയ്ത് വീട്ടിൽ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് പോയതാണ്. തൊയ്ക്കാവ് കോടമുക്കിൽ അതിഥി തൊഴിലാളിക്ക് വെടിയേറ്റു. അസം സ്വദേശി അമിനുൾ ഇസ്ലാമിനാണ് വയറ്റിൽ വെടിയേറ്റത്. തൊയ്ക്കാവ് സ്വദേശി പൊന്നറമ്പിൽ വീട്ടിൽ രാജേഷ് കൈവശമുണ്ടായിരുന്ന എയർഗൺ ഉപയോഗിച്ച് വെടിവെക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഒളിവിൽ പോയ രാജേഷിനായി പാവറട്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ശസ്ത്രക്രിയയിലൂടെ അമിനുളിന്റെ ശരീരത്തിൽ നിന്ന് വെടിയുണ്ട പുറത്തെടുത്തു. രാജേഷിന്റെ വീടിന് സമീപം ജോലിക്കായി എത്തിയതായിരുന്നു 2 തൊഴിലാളികൾ. ഇവർ തമ്മിൽ തർക്കം നടന്നു. ബഹളം കേട്ട് സ്ഥലത്തെത്തിയ രാജേഷ് ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് വാക്കേറ്റമുണ്ടായി. ഇതിനെ തുടർന്നാണ് വെടിവെച്ചത്. സ്വർണ്ണവില വീണ്ടും റെക്കോർഡിൽ. ഗ്രാമിന് 75 രൂപ വർദ്ധിച്ചു. പവന് 51,280 രൂപയാണ് ബുധനാഴ്ചത്തെ വില. പവന് 600 രൂപ ഉയർന്ന് സ്വർണ്ണവില ആദ്യമായി 51,000 കടന്നു. അന്താരാഷ്ട്ര സ്വർണ്ണവില ഉയർന്നതാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ കൂടാൻ കാരണമായത്. ഒടിഞ്ഞു തൂങ്ങിയ മാവിൻ കൊമ്പിൽ തട്ടി സ്വകാര്യ ബസിന്റെ ചില്ല് തകർന്നു. അഴീക്കോട്ടേക്ക് പോയിരുന്ന ഷാജി എന്ന ബസിന്റെ മുൻവശത്തെ ചില്ലാണ് തകർന്നത്. പെരിഞ്ഞനം സ്മാരകം സ്കൂളിന് സമീപം വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലായിരുന്നു സംഭവം. ബസ്സിൽ യാത്രക്കാരുണ്ടായെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്വകാര്യ വ്യക്തിയുടെ റോഡിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന മാവിന്റെ കൊമ്പാണ് ഒടിഞ്ഞു വീണത്. ദേശീയപാത ചാവക്കാട് പൊന്നാനി റോഡിൽ മന്ദലാംകുന്ന് അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ദലാംകുന്ന് സർവകക്ഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. ഒച്ചനൂർ മന്ദലാംകുന്ന് ബീച്ച് PWD റോഡിൽ അടിപ്പാത അനുവദിക്കാത്ത വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഹൈക്കോടതി അഭിഭാഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് VR അനൂപ് ആവശ്യപ്പെട്ടു. ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ മന്ദലാംകുന്ന് ബീച്ചിലേക്കും ദേശീയപാതയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള 15ഓളം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും യാത്ര ചെയ്യുന്നത് ഈ PWD റോഡിലൂടെയാണ്. സർവകക്ഷി കൂട്ടായ്മ ചെയർമാൻ PK ഹസൻ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കമറുദ്ദീൻ, പുന്നൂർ പഞ്ചായത്ത് അംഗം അസീസ് മന്ദലാംകുന്ന്, യഹിയ മന്ദലാംകുന്ന്, M കമാൽ തുടങ്ങിയവർ സംസാരിച്ചു. പോക്സോ കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു. കൊമ്പത്തുകടവ് സ്വദേശി പടിയഞ്ചേരി ശ്രീമോനാണ് അറസ്റ്റിലായത്. പരാതിയെ തുടർന്ന് മാള SI അബ്ദുൾ ജലീലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വടക്കാഞ്ചേരി മേൽപ്പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ റോഡിലേക്ക് ഇടിച്ചുകയറി. തൃശൂരിൽ നിന്ന് കൊണ്ടാഴിയിലേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 2 കാർ യാത്രികർക്ക് നിസ്സാര പരിക്കേറ്റു. നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ PG പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. അമ്പലമുക്ക് തെക്കംകുളം ഇരുമ്പുവളപ്പിൽ വീട്ടിൽ കുട്ടപ്പൻ എന്ന് വിളിക്കുന്ന ധനേഷാണ് അറസ്റ്റിലായത്. 3 വധശ്രമ കേസുകൾ ഉൾപ്പെടെ 7 കേസുകളിൽ പ്രതിയാണ് ധനേഷ്. തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് വടക്കാഞ്ചേരി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തൊഴിൽ രഹിതരായ യുവാക്കളെ അഭിമുഖത്തിന് ക്ഷണിച്ച് കത്തയക്കുന്നതായി യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. കേരളത്തിലെ യുവാക്കളോട് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കാണിക്കുന്ന ഇത്തരം സമീപനങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഇത് യുവാക്കളോടുള്ള വെല്ലുവിളിയാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി PN വൈശാഖ്, യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ, KSU ജില്ലാ സെക്രട്ടറി ബിജോയ് ജോണി എന്നിവർ അറിയിച്ചു. വെങ്കടങ്ങ പഞ്ചായത്തിലെ പൊണ്ണമുത കോൾപ്പടവിൽ കർഷകർക്ക് കൃഷിനാശം. പ്രതിസന്ധികളെ തരണം ചെയ്ത് ഭക്ഷ്യസുരക്ഷാ പദ്ധതി പ്രകാരം കൃഷിയിറക്കിയ കർഷകർക്ക് മീനച്ചൂടിൽ കണ്ണീർ കൊയ്ത്ത്. 300 ഏക്കർ വിസ്തൃതിയുള്ള പൊണ്ണമുത കോൾപ്പടവിൽ ഉമാ നെൽവിത്ത് ഉപയോഗിച്ചാണ് കൃഷിയിറക്കിയത്. കൃഷിക്ക് വിദഗ്ധർ നിർദ്ദേശിച്ച എല്ലാ പരിപാലനവും ചെയ്തുവെങ്കിലും അവസാന 3 ആഴ്ചകളിലാണ് നെൽച്ചെടികളിൽ ചെറിയ രീതിയിൽ രോഗങ്ങൾ കണ്ടത്. തിങ്കളാഴ്ച പടവിൽ യന്ത്രസഹായത്തോടെ കൊയ്ത്ത് ആരംഭിച്ചു. 1 ഏക്കർ പാടത്തു നിന്നും 400 കിലോ മുതൽ 500 കിലോ വരെ നെല്ല് മാത്രമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. പടവ് കമ്മിറ്റി ഭാരവാഹികൾ കൃഷിനാശം സംബന്ധിച്ച് പരാതി നൽകിയതിനെ തുടർന്ന് കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള സംഘം പടവിൽ പരിശോധനയ്ക്കെത്തി. കാർഷിക സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ C അഞ്ജു, വെങ്കടങ്ങ കൃഷി ഓഫീസർ ജേക്കബ് ഷേമോൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ KS മിനി എന്നിവരാണ് പരിശോധനയ്ക്ക് പടവിലെത്തിയത്. കോൾപ്പടവിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയ അംഗങ്ങൾ തണ്ടുതുരപ്പൻ, ബ്ലാസ്റ്റ്, BLB, കുലവാട്ടം,
പോള അഴുകൽ തുടങ്ങിയ രോഗങ്ങൾ നെൽച്ചെടികളിൽ വന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. നെൽച്ചെടികളിലെ രോഗവിവരങ്ങളും കൃഷിനാശവും സംബന്ധിച്ച് കാർഷിക സർവകലാശാലയിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് കാർഷിക സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ സി അഞ്ജു പറഞ്ഞു. രൂക്ഷമായിട്ട് കൂടുതൽ നെല്ലിനെ ബാധിച്ചിട്ടുള്ളത്. പിന്നെ അത് കൂടാണ്ട് കുറച്ച് BLB ബാക്ടീരിയൽ ഇലകരിച്ചിലിന്റെ ലക്ഷണങ്ങൾ മരുന്നൊക്കെ കൊടുത്തതാണെങ്കിലും ചെറിയ തോതിൽ അതിന്റെ ലക്ഷണങ്ങൾ അവശേഷിക്കുന്നുണ്ടെന്നുള്ളത് വിളവിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. പോള അഴുകൽ എന്ന് പറഞ്ഞൊരു രോഗം, അതും കൊല വന്നതിന് ശേഷം അല്ലെങ്കിൽ കൊല പുറത്ത് വരണ ആ സമയത്ത് വരണൊരു അസുഖമായിട്ടാണ്. അതുമാണ് നമ്മളിവിടെ കൂടുതൽ കാണുന്ന 2 അസുഖങ്ങൾ. അത് ഇത്തവണ നെൽകർഷകർക്ക് കൃഷിക്ക് കൂലിച്ചെലവ് പോലെ ലഭിക്കാത്ത അവസ്ഥയാണ്. ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷിയിറക്കിയ കർഷകരും വായ്പയെടുത്ത് കൃഷിയിറക്കിയ കർഷകരും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. പടവ് കമ്മിറ്റി ഭാരവാഹികളായ പി പരമേശ്വരൻ, PS ശങ്കുരു, കൊച്ചപ്പൻ വടക്കൻ, KA ജോർജ്, ജോയ് പാലിയൂർ എന്നിവരും കോൾപ്പടവിലെത്തിയിരുന്നു. TCV ന്യൂസ്, പാവറട്ടി. കടുത്ത വരൾച്ചയിലും മണ്ണിനും കർഷക മനസ്സിനും കുളിരേകി ചാലക്കുടിയിലെ കപ്പത്തോട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വെള്ളത്തിന്റെ അളവിൽ കുറവുണ്ടെങ്കിലും 9.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള കപ്പത്തോട് പരിയാരം, കോടശ്ശേരി പഞ്ചായത്തുകൾക്ക് ഇപ്പോഴും പ്രിയപ്പെട്ട ജലസ്രോതസ് തന്നെ. അതിരപ്പള്ളി പഞ്ചായത്തിലെ കോട്ടമലയിൽ നിന്നാരംഭിച്ച് പരിയാരം പൂവത്തിങ്കലിൽ വെച്ചാണ് ഈ വലിയ തോട് ചാലക്കുടി പുഴയിൽ ചേരുന്നത്. പുഴയിലെ വലതുകര കനാലിനെ ആശ്രയിച്ചാണ് കപ്പത്തോടിന്റെ നിലനിൽപ്പെങ്കിലും കോട്ടമലയിൽ നിന്നും ധാരാളം വെള്ളം ഇതിലുണ്ട്. 2 പഞ്ചായത്തുകളിലുമായി ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങൾ കപ്പത്തോടിനെ ആശ്രയിക്കുന്നു. പലയിടത്തായി 5 ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളും ജലനിധി അടക്കമുള്ള പദ്ധതികളുടെ കിണറുകളും റോഡിന്റെ ഓരങ്ങളിലുണ്ട്. 100 കണക്കിന് കർഷകർ സ്വന്തമായും തോട്ടിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നു. വർഷകാലങ്ങളിൽ പരിസര പ്രദേശത്ത് മലവെള്ളം എത്തുന്നതിന് കാരണമാകുമെങ്കിലും തുടർന്നുള്ള എല്ലാ മാസങ്ങളിലും കപ്പത്തോട് ജനങ്ങളുടെ ജീവനാഡിയാണ്. VS സുനിൽകുമാർ കൃഷിമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ KLDC മുഖേന 10 കോടി രൂപ ചെലവഴിച്ച് കപ്പത്തോടിന്റെ 6 കിലോമീറ്റർ നവീകരിച്ചിരുന്നു. മണ്ണിടിച്ചിൽ തടയുകയും വർഷകാലങ്ങളിൽ അമിതമായി കൃഷിയിടങ്ങളിലേക്കെത്തുന്ന മലവെള്ളത്തെ നിയന്ത്രിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. TCV ചാലക്കുടി. ഏവരുടെയും ഹൃദയത്തിലിടം നേടിയ വ്യക്തിത്വമായിരുന്നു ഇന്നസെന്റ് എന്ന് മന്ത്രി R. ബിന്ദു പറഞ്ഞു. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ IMFAയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഇന്നസെന്റ് സ്മൃതി സംഗമവും ആദരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മരണശേഷം 5 അവയവങ്ങൾ ദാനം ചെയ്ത ഡോൺ ഗ്രേഷ്യസിന്റെ കുടുംബത്തെയും ഇന്നസെന്റിന്റെ പേരക്കുട്ടി ജൂനിയർ ഇന്നസെന്റിനെയും ചടങ്ങിൽ ആദരിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭ മുൻ ചെയർപേഴ്സൺ സോണിയ ഗിരി അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട രൂപതാമെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ, മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, പിന്റോ CS, കലാഭവൻ ജോഷി, ജനറൽ കൺവീനർ ഷാജൻ ചക്കാലകിൽ, ലിയോ താണിശ്ശേരിക്കാരൻ എന്നിവർ സംസാരിച്ചു. മറ്റൊരു അഭിമാനമായ N. മോഹൻ ചേട്ടന്റെ കൂടെ ആദ്യകാല സിനിമകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റത്തിനു വേണ്ടി വോട്ട് ചെയ്യുമെന്ന് ജനങ്ങൾ നിശ്ചയിച്ച് തെളിയിച്ചാൽ കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയും അവരെ എതിർക്കുന്നുവെന്ന് നടിക്കുന്ന പ്രതിപക്ഷ പാർട്ടിയും പാഠം പഠിക്കുമെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു. മറ്റത്തൂർ പഞ്ചായത്തിലെ ചെട്ടിച്ചാലിൽ NDA സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക എന്നതാണ് പ്രധാനമെന്നും 95% വോട്ടർമാരും വോട്ടവകാശം വിനിയോഗിച്ചാൽ തസ്കരന്മാരുടെ ഭരണം നശിപ്പിക്കാൻ സാധിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കേന്ദ്ര സായുധ സേന റൂട്ട് മാർച്ച് നടത്തി. കയ്പമംഗലം പോലീസും CRPFും ചേർന്നാണ് റൂട്ട് മാർച്ച് നടത്തിയത്. CRPF അസിസ്റ്റന്റ് കമാൻഡന്റ് ഉപേന്ദ്ര സിംഗ്, കയ്പമംഗലം SIമാരായ N. പ്രദീപ്, ബിജു, വിൻസെന്റ്, സിയാദ്, സ്പെഷ്യൽ ബ്രാഞ്ച് SI ജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. മോദിയുടെ ഗ്യാരണ്ടിക്ക് ഒരു വിലയുമില്ലെന്ന് 10 വർഷമായി ഇന്ത്യ തിരിച്ചറിഞ്ഞതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞു. UDF സ്ഥാനാർത്ഥി K. മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പൊതുപര്യടനം തൃക്കൂർ നായരങ്ങാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നിയോജകമണ്ഡലം ചെയർമാൻ ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF ചെയർമാൻ MP വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. റാലികൾ പോലും ബഹിഷ്കരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴും കേരളത്തിന്റെ കാര്യത്തിന് മാത്രം താല്പര്യം സംരക്ഷിക്കാൻ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങുക. അതുകൊണ്ട് തന്നെയാണ് ഇത് അവിശുദ്ധ സ്വർണം പൂശുന്ന വർത്താനം പറയും. എനിക്കത് പറയാൻ അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് നാടിൻ്റെ വികസനം
അത് പ്രതാപൻ തെളിയിച്ചു കഴിഞ്ഞു. ഇനി കൂടുതൽ വികസന പ്രവർത്തനം ബാബുരാജ്. 2 ദിവസം മുൻപ് കാണാതായ ഈ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. പാഞ്ഞാൽ പഞ്ചായത്തിലെ വാഴാലിപ്പാടം കല്ലാറ്റുപടി വീട്ടിൽ കൃഷ്ണൻകുട്ടിയുടെ മകൻ അജിത്തിനെയാണ് ഭാരതപ്പുഴയ്ക്ക് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരങ്ങൾ മുറിക്കുന്ന ജോലിയിലായിരുന്നു അജിത്ത്. ഇരിങ്ങാലക്കുട രൂപത തല ഗ്രേസ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ നിർവഹിച്ചു. മതബോധന രൂപത ഡയറക്ടർ ഫാദർ ഡോക്ടർ റിജോയ് പഴയാറ്റിൽ അധ്യക്ഷത വഹിച്ചു. കല്ലേറ്റിങ്കര ഇടവക വികാരി ഫാദർ വർഗീസ് അരിക്കാട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ ഓസ്റ്റിൻ പാറക്കൽ, രൂപത മതബോധന ആനിമേറ്റർ ജോസ് കാളൻ എന്നിവർ സംസാരിച്ചു. കേരള കലാമണ്ഡലത്തിൽ SCERTയുടെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്കായുള്ള കലാപരിശീലന പദ്ധതി ആരംഭിച്ചു. 3 ദിവസം നീണ്ടുനിൽക്കുന്ന ഗോത്രായനം കലാമണ്ഡലം ഭരണസമിതി അംഗം കലാമണ്ഡലം ക്ഷേമാവതി ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P. രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. K. സതീഷ് കുമാർ, PP ആശ, ബോബി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രവാസി ഫെഡറേഷനും കേരള പ്രവാസി സംഘവും സംയുക്തമായി പ്രവാസി സംഗമവും ഇഫ്താറും സംഘടിപ്പിച്ചു. ശ്രീനാരായണപുരത്ത് പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. CB അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു. കേരള പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനത്ത് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ 3 ദിവസങ്ങളിലായി ആഘോഷിച്ചു. ഊട്ടുവെഞ്ചിരിപ്പിന് ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കാർമ്മികനായി. തുടർന്നുള്ള നേർച്ചകൂട്ടിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. 8000 പേർക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കിയത്. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ മാത്യു ഒലിക്കൽ മുഖ്യ കാർമ്മികനായി. ഫാദർ ബിജോയ് പൊൻപറമ്പിൽ സന്ദേശം നൽകി. കൺവീനർ CD ജോസഫ്, ജോയിന്റ് കൺവീനർ ബേബി കാവീട്ടിൽ, കൈക്കാരൻ വർഗീസ് നീലങ്കാവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പന്നിത്തടം മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഒരുക്കിയ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് സിംല ഹസൻ, കമ്മിറ്റി ഭാരവാഹികളായ പുരളിയിൽ അബൂബക്കർ, അൽ അമീൻ, ഉസ്മാൻ ഹാജി, VS അബൂബക്കർ എന്നിവർ നേതൃത്വം നൽകി. മഹല്ല് ഖത്തീബ് മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകന്നൂർ സൗഹൃദ സന്ദേശ പ്രഭാഷണം നടത്തി. കൂമ്പടപ്പ് രോഗം ബാധിച്ച് കേടുവന്ന വാഴ കുലച്ചത് കൗതുകമായി. കടമ്പോട് സ്കൂളിന് സമീപത്തുള്ള കോപ്പിളി വീട്ടിൽ ജോസിന്റെ പറമ്പിലെ റോബസ്റ്റ ഇനത്തിൽപ്പെട്ട വാഴയാണ് കേടുവന്നിട്ടും കുലച്ചത്. വാഴയിൽ ഒരു പടല മാത്രമാണ് ഉള്ളതെങ്കിലും കായകൾക്ക് വലിപ്പമുണ്ട്. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. പഴയന്നൂരിൽ ജുവലറിയിൽ മോഷണം. ഹെൽമറ്റ് ധരിച്ചെത്തിയ മോഷ്ടാവ് 2 സ്വർണ്ണമാലകളുമായി കടന്നു. അമലനഗറിലെ മെഡിക്കൽ ഷോപ്പുകളിലും കവർച്ച. വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ കാട്ടാനയാക്രമണം പതിവാകുന്നു. ചെങ്ങാലൂർ മനക്കൽക്കടവ് ജലസേചന പദ്ധതിയുടെ പൈപ്പ് പൊട്ടൽ പതിവായതോടെ പമ്പിംഗ് നിർത്തിവെച്ചു. മേഖലയിലെ കാർഷിക വിളകൾ നശിക്കുന്നു. കർഷകർ ദുരിതത്തിൽ. ചേറ്റ് വഴിമുഖത്തിന് സമീപം മണൽത്തിട്ടയിലിടിച്ച് മത്സ്യബന്ധന വള്ളം തകർന്ന് 7 ലക്ഷം രൂപയുടെ നഷ്ടം. മണൽത്തിട്ടയിലിടിച്ച് വള്ളങ്ങൾ തകരുന്നത് പതിവാകുന്നു. മണൽത്തിട്ട നീക്കം ചെയ്യണമെന്ന് ആവശ്യം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.